ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ആദ്യത്തെ ആ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ട്, അതായത് നമ്മൾ ബാക്കി വന്ന ഫൗണ്ടേഷണൽ വേർഡ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റഹം അല്ലെങ്കിൽ മേഴ്സി എന്ന് വെച്ചാൽ എന്താണ്. റഹം അല്ലെങ്കിൽ മേഴ്സി. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ അള്ളാഹു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അറബിക് വേർഡാണ് അള്ളാഹു. അപ്പം അള്ളാഹു എന്ന് പറയുന്നത് ഒരു ഡുവൽ ഫോം അല്ല, ഒരു പ്ലൂറൽ ഫോം അല്ല. അത് അള്ളാഹു മീൻസ് ഓൺലി വൺ ഗോഡാണ്. ഗോഡിൻ്റെ ഒരുപാട് മെനി ആട്രിബ്യൂട്ട്സുകളെ നമുക്ക് ഖുറാനിൽ കാണാൻ പറ്റും. അതായത് അദ്ദേഹത്തിൻ്റെ മെനി ആയിട്ടുള്ള ഒരുപാട് ആട്രിബ്യൂട്ട്സുകളെ നമുക്ക് ഖുറാനിൽ കാണാൻ പറ്റും. അതിന് നമുക്ക് റഹ്മാൻ എന്ന് വിളിക്കുന്നു, റഹ്മാൻ എന്ന് വിളിക്കുന്നു, റഹീം എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് സെയിം മീനിങ്ങിലുള്ള ഒരുപാട് പേരുകൾ ഈ അള്ളാഹുവിന് നമുക്ക് ഖുറാനിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് റഹം മീൻസ് മേഴ്സി, ദയുള്ളവനാവുക. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പരമകാരുണ്യകൻ എന്ന് പറയുന്നത്. അള്ളാഹുവിനെ മോസ്റ്റ് ഗ്രേഷ്യസ് ആയിട്ടുള്ള ആൾ, മോസ്റ്റ് മേഴ്സിഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ, അതാണ് അള്ളാഹു എന്ന് പറയുന്നത്. ഈ ഖുറാന്റെ ഓപ്പണിങ്ങിൽ തന്നെ പറയുന്നുണ്ട് അള്ളാഹു റഹീം. അള്ളാഹു എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ബിസ്മി, മുസ്ലിം മതവിശ്വാസികൾ ബിസ്മി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്താണ് പറയുന്നത്? ബിസ്മില്ലാഹി റഹീം. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് തന്നെ ദ നൈം ഓഫ് ദ ഗോഡ്, ദ മോസ്റ്റ് ഗ്രേഷ്യസ് ആയിട്ടുള്ള വ്യക്തി, മോസ്റ്റ് മേഴ്സിഫുൾ ആയിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിൻ്റെ നാമത്തിലാണ് എന്നാണ് ഇസ്ലാം മതത്തിൽ എന്ത് പറയുന്നത്? പ്രാർത്ഥനകൾ തുടങ്ങുന്നത് തന്നെ. അതുപോലെ തന്നെ ഈ ഒരു വാക്ക് റഹം എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ സാധാരണ ലൈഫിൽ ഡ്യൂറിങ് ദ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത്, ഖുർആൻ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ എല്ലാം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നമ്മൾ മുസ്ലിംസ് 5 times അവർ ദിവസം 5 നേരം നിസ്കരിക്കുന്നു, ഡെയിലി നൈറ്റിലും കൂടെ. അപ്പോൾ അതെല്ലാം തന്നെ, അതുപോലെ ഈ 5 നേരം നിസ്കരിക്കുമ്പോൾ അവർ 17 times അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അള്ളാഹുവിൻ്റെ ഖുർആനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് പിന്നെയും ഇസ്ലാം മതത്തിൽ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. എന്താ? പീപ്പിൾ ഷുഡ് ബി മേഴ്സിഫുൾ. ജനങ്ങൾ എന്താണ്? മേഴ്സിഫുൾ ആവണം, ദയുള്ളവരാവണം. പ്രോഫിറ്റ് മുഹമ്മദ് പറയുന്നുണ്ട്, ഷോ മേഴ്സി ടു ഓൾ ഓൺ എർത്ത് ആൻഡ് ഗോഡ് വിൽ ഷോ മേഴ്സി ടു യു. ഈ ഭൂമിയിലുള്ള എല്ലാവരോടും നിങ്ങൾ എന്ത് ചെയ്യണം? ദയുള്ളവരായി കാണുക, അല്ലെങ്കിൽ അവരെ ദയുള്ളവരായി കാണുമ്പോൾ ദൈവം നിന്നോടും ദയുള്ളവനായി തീരുമെന്നാണ് ഖുർആനിൽ പറയുന്നത്. ഈ ലോകത്തുള്ള, ഈ ഭൂമിയിലുള്ള എല്ലാവരോടും നമ്മൾ എന്ത് ചെയ്യുക? ദയുള്ളവരായി പറയുമ്പോൾ എന്താ? ദൈവം നിന്നോടും ദയ കാണിക്കുമെന്നാണ് പ്രോഫിറ്റ് മുഹമ്മദ് പറയുന്നത്. ഹോളി ഖുറാൻ റിവീൽ ചെയ്യുന്നത് ഹ്യൂമൻ സൊസൈറ്റി എന്ന് പറയുന്നത് മേഴ്സി ആയിരിക്കണം, ദയുള്ളവരായിരിക്കണം. നമ്മുടെ ലീവ്സ് ഷുഡ് ബി, നമ്മുടെ കമ്പാനിയൻ ആയിട്ടുള്ള ആൾക്കാരെ, നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ എല്ലാ വേർഡ്സിലും എല്ലാ ആക്ഷൻസിലും എല്ലാം ദയുള്ളവരായിരിക്കണം. നമ്മളൊരു കാരണവശാലും മറ്റൊരു ലിവിങ് ബീങ്സിനെ ഹാം ചെയ്യാൻ പാടില്ല. മുഹമ്മദ് നബി പറയുന്നതാണ്, പ്രോഫിറ്റ് മുഹമ്മദ് പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മൾ ദാഹിച്ച് വലഞ്ഞു വരുന്ന ഒരു പട്ടിക്ക് വെള്ളം കൊടുത്താൽ, അത് ദാഹിച്ച് വലഞ്ഞു വരുന്നൊരു നായ്ക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് വാതിൽ തുറക്കുമെന്നാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് വാതിൽ തുറക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ അതുപോലെ തന്നെ നമ്മളൊരു പൂച്ചയെ പട്ടിണി കിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗവാതിൽ അടയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ സം ഓഫ് ദ ബേബി ബേർഡ്സ്, അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്? സം ഓഫ് ദ ബേബി ബേഴ്സ് എവേ ഫ്രം ദ മദർ ബേർഡ്. അതായത് ഈ അമ്മക്കിളിയിൽ നിന്ന് അകന്നു പോകുന്ന കുട്ടികളെ തള്ളപ്പക്ഷിയിലേക്ക് അടുപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ അതുപോലും ഒരു മഹത്തരമായ ഒരു കാര്യമാണ്. ഇസ്ലാം ടീച്ച് ചെയ്യുന്നത് മനുഷ്യനെ മാത്രമല്ല, മൃഗങ്ങളെയും പക്ഷികളെയും ദൈവം അള്ളാഹു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളെയും, എല്ലാ ക്രിയേച്ചേഴ്സിനോടും റഹം കാണിക്കുക, അല്ലെങ്കിൽ മേഴ്സി കാണിക്കുക. ഇതാണ് ഈ ഖുറാനിൽ പറയുന്നത്. അതുപോലെ ഗ്രേറ്റസ്റ്റ് മേഴ്സി, അതായത് ആരാണോ സഫർ ചെയ്യുന്നത്, ആരാണോ സങ്കടപ്പെടുന്നത്, അവർക്ക് എന്ത് നൽകുക? ഗ്രേറ്റസ്റ്റ് മേഴ്സി. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരോട് ദയ കാണിക്കുക. ആൻഡ് നമ്മൾ എന്താ ചെയ്യുക? ദ പ്രോഫിറ്റ് സെഡ് ദാറ്റ് സ്റ്റാർവിങ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതുപോലെ വിധവകളോട് നമ്മൾ മാക്സിമം കഴിയുന്നത്ര വെർച്വസ് ആയിട്ട് ജീവിക്കുക, പെരുമാറുക. വിധവകളോട് മേഴ്സിഫുൾ ആയിട്ട് പറയുന്നത് എന്താ? പള്ളിയിൽ പോകുന്നതിനെക്കാട്ടിയും, പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിനെക്കാട്ടിയും, മക്ക മദീനയിൽ വരുന്നതിനെക്കാട്ടിയും
സമ്പുഷ്ടമായൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഗുണമുള്ള ഒരു ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ നമ്മളെ സ്പിരിച്വാലിറ്റി, നമ്മൾ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുക. അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ സഹജീവികളുടെ കണ്ണുനീർ തുടയ്ക്കുമ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പ്രോഫിറ്റ് മുഹമ്മദ് നബി അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് ട്രീറ്റ് ഹിസ് ചൈൽഡ്, അതായത് അദ്ദേഹത്തിൻ്റെ കുട്ടികളെ ചുംബിച്ചപ്പോൾ കൂടെയുള്ള ഒരാൾ പറഞ്ഞു, ഞാൻ എൻ്റെ കുട്ടിയെ ചുംബിക്കാറില്ല, ഐ ഡു നോട്ട് കിസ് മൈ ചിൽഡ്രൻ, ഞാൻ എൻ്റെ കുട്ടിയെ. അപ്പോൾ പ്രോഫിറ്റ് മുഹമ്മദ് പറഞ്ഞത് എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് യു ഡു നോട്ട് ഹാവ് കമ്പാഷൻ ഇൻ യുവർ ഹാർട്ട്, എന്ന് വെച്ചാൽ നീ നിന്റെ കുട്ടിയോട് കമ്പാഷൻ, ഹൃദയം കൊണ്ട് കമ്പാഷൻ ഇല്ല, ഹൃദയം കൊണ്ട് നിനക്ക് എന്താ, നിന്റെ കുട്ടിയോട് സ്നേഹമില്ല, അതുകൊണ്ടാണ് നീ ചെയ്യാത്തത്. ഷുഡ് പ്രേ ദെയർ ഏജ്ഡ് പാരൻസ് ലൈക്ക്, നമ്മൾ ഖുർആൻ പറയുന്നത് എന്താണ്? ചിൽഡ്രൻ ഷുഡ് പ്രേ, കുട്ടികൾ മുതിർന്ന ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കണം. നമ്മളെ ക്രിയേറ്റർ നമ്മൾ നന്ദിയോടെ സ്മരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ക്രിയേറ്ററെ നന്ദിയോട് സ്മരിക്കുന്നതിനോടൊപ്പം പാരൻസിനെയും ന്യൂട്രിഫൈഡ് ചെയ്യണം. പാരൻസിനെയും നമ്മൾ നന്ദിയോടെ ശ്രമിക്കുകയും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പോൾ റഹം മീൻസ് മേഴ്സി, അതിൽ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന മതം ഇസ്ലാം മതമാണ്. ഇനി നമ്മൾ അടുത്ത വാക്ക് അനുകമ്പ, കമ്പാഷൻ, അനുകമ്പ ദശകം, ശ്രീനാരായണ ഗുരുദേവന്റെ ഫിലോസഫി ബേസ് ചെയ്തിട്ടാണ് ഈ വാക്ക് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എന്താണ് നാരായണ ഗുരുദേവൻ എപ്പോഴും അപ്ഹോൾഡ് ചെയ്യുന്ന ഫിലോസഫി എന്ന് പറഞ്ഞാൽ കമ്പാഷൻ്റെ ഫിലോസഫിയാണ്. അത് കമ്പാഷൻ ചെയ്യുക, ദ ഐഡിയ എന്ന് പറയുന്നത് കെയർ ഫോർ അതേഴ്സ്, മറ്റുള്ളവരെ കുറിച്ച് കെയർ ചെയ്യുക, എന്നുള്ളതാണ് ഹ്യൂമനിസത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ്. നാരായണ ഗുരുവിൻ്റെ ഫിലോസഫി അപ്ഹോൾഡ് ചെയ്യുന്നത് ഫിലോസഫി ബേസ്ഡ് ഓൺ കമ്പാഷൻ്റെ മീനിങ് എന്താണ്? ദയോടുകൂടി മറ്റുള്ളവരെ കൂടെ കെയർ ചെയ്യുക, മറ്റുള്ളവരെ കൂടെ അടുപ്പിച്ച് നിർത്തുക, അതാണ് ഹ്യൂമനിസത്തിന്റെ ബേസിക് ഫിലോസഫി പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വർക്കുകളായ ആത്മോപദേശ ശതകം, ജീവകാരുണ്യ പഞ്ചകം, അഹിംസ, സദാചാരം, ഇങ്ങനെയുള്ള വർക്കുകളിലൊക്കെ അദ്ദേഹം എന്താ പറയുന്നത്? ദ ഡീഡ് വൺ ഓഫ് ഹിസ് ഓൺ സേക്ക് ഷുഡ് ബ്രിങ് ജോയ് ഓഫ് അതേഴ്സ്, അതായത് അവനവനെ സുഖത്തിന് ആചരിക്കുന്നവൻ അവരുടെ സുഖത്തിന് വന്നിടണമെന്നാണ് പറയുന്നത്. അതായിരിക്കണം അതേ മനുഷ്യന്റെ ഹ്യൂമൻ ബീയിങ്ങിന്റെ മോട്ടോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരെ ഹാപ്പിനെസ്സിനും കൂടെ നമ്മൾ കണക്കാക്കണം. വാട്ട് എവർ വൺ ഡൂസ് ഫോർ ഓൺസ് ഹാപ്പിനെസ്, എന്തായാലും നമ്മൾ നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഷുഡ് ബി ഹണ്ടക്ട് ദ ഹാപ്പിനെസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവൻ്റെ സന്തോഷവും കൂടെ നമ്മൾ മാനിക്കേണ്ടതായിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ആത്മോപദേശ ശതകത്തിൽ 24ാമത് പറഞ്ഞ വാക്കാണ്. ആത്മോപദേശ ശതകം എന്ന് പറയുന്നത് 10 പ്രധാനപ്പെട്ട ഈ ശ്ലോകങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് 5 ശ്ലോകം ഡിസ്കസ് ചെയ്യുന്നത് അനുകമ്പയെക്കുറിച്ച് കമ്പാഷനെ കുറിച്ചുമാണ്. അപ്പോൾ ഈ വാക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അനുകമ്പ ദശകത്തിനകത്ത് 10 പ്രധാനപ്പെട്ട ശ്ലോകങ്ങളിൽ 5 എണ്ണവും ഡിസ്കസ് ചെയ്യുന്നത് അനുകമ്പ എന്താണ്, കമ്പാഷനെ കുറിച്ചാണ്. ഈ 5 ശ്ലോകങ്ങളും എന്താണ്, ലോകത്തുള്ള എല്ലാ റിലീജിയൻസിലായിട്ടുള്ള ആൾക്കാർക്കും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ളതാണ്. അദ്ദേഹം ഡിഫറെന്റ് റിലീജിയൻസിലുള്ള ഗ്ലോബിലുള്ള ആൾക്കാർക്ക്, അതുപോലെ അദ്ദേഹം ശ്രീ ശങ്കരാചാര്യർ, ശ്രീകൃഷ്ണ, ജീസസ് ക്രൈസ്റ്റ്, മുഹമ്മദ് നബി, അതുപോലെ തന്നെ തമിഴ് ശൈവ സന്യാസിമാർ, എല്ലാവരെയും ഈ കമ്പാഷൻ മുൻനിർത്തിയാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് ശ്ലോകം പറയുന്നത് കമ്പാഷൻ വിത്ത് വിൽ ഹെൽപ്പ് അപ്പ് ടു ഹാം ഈവൻ ആൻഡ്, ഒരു ഉറുമ്പിന് പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ദ്രോഹം ചെയ്യാൻ പാടില്ല, ദോഷം വരുത്താൻ പാടില്ല. നമ്മുടെ ഹൃദയങ്ങൾ എന്ന് പറയുന്നത് ഗ്രേസ് ദ ലൈഫ് ടു ബിക്കം ഫിൽഡ് ബ്ലെസ്നെസ്, നമ്മൾ അനുഗ്രഹത്താൽ നമ്മളെ ദയയുടെ അനുഗ്രഹത്താൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നിലനിർത്തി പോകണം. അനു മീൻസ് ലവ് എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ അനു ടെർമിനേറ്റഡ്, അല്ലാതെ അനുവിന് വേറൊരു അർത്ഥം കൊണ്ട് ഡാർക്ക്നെസ്സിൽ നിന്ന് നമ്മളെ മുക്തിയാക്കുന്നു, അല്ലെങ്കിൽ ഇഗ്നോറൻസിൽ നിന്ന് നമ്മളെ മുക്തിയാക്കുന്നു. ഇതാണ് പറയുന്നത്. അതുപോലെ തന്നെ ലവിൻ്റെ കമ്പാഷൻ കൊണ്ട്, ലവിൻ്റെ ഗ്രേസ് കൊണ്ട് നമുക്ക് എല്ലാ മിസറികളെയും എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അരുൾ അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്നത് നമ്മളെ ലിവിങ് ബീയിങ്ങിൻ്റെ ഒരു പ്രധാന മോട്ടോ ആണ്. മാക്സിമം ഓൾവേസ് റിമെമ്പർ ചെയ്യണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇതിൽ 4ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ തിരുക്കുററിലെ കുറേ ഐഡിയാസ്, തമിഴ് തിരുക്കുററിലെ ഒരുപാട് ഐഡിയാസ് അദ്ദേഹം കൊണ്ടുവരുന്നു. അദ്ദേഹം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്രിയേറ്റ് നമ്മളെ ഓൺ ഹൂ ഡസ് നോട്ട് ഹാവ് ലവ് ഹിസ് ജസ്റ്റ് എ ഫോൾ സ്മെല്ലിങ് ക്രിയേച്ചർ സ്കിൻ ആൻഡ് ബോൺസ്. അതായത് ഒരു കാരണവശാലും ഈ ജാതിയിൽ കുറഞ്ഞവൻ അല്ലെങ്കിൽ നാറ്റം വരുന്നവൻ അവനെ സ്നേഹിക്കും
സ്നേഹിക്കരുത് അങ്ങനെ പറയുന്നത് എന്ന് പറയുന്നത് നമ്മളെ കമ്പാഷൻ ഇല്ലാത്തതിന് ഉദാഹരണമാണ്. അത് 5th ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് 6 ഘട്ടങ്ങളിലായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ കമ്പാഷനെ കുറിച്ച് പറയുന്നത്. 6 ഫേസ് അദ്ദേഹം പറയുന്നുണ്ട്. എവറിത്തിങ് നമ്മുടെ ഈ 6 ഫേസിലൂടെയാണ് ഈ വേൾഡ് മൊത്തം അണ്ടർഗോസ് ചെയ്തു പോകുന്നത്. 1 എമർജൻസ്, 2 എക്സിസ്റ്റൻസ്, 3 ഡെവലപ്മെൻറ്റ്, 4 ട്രാൻസ്ഫോർമേഷൻ, 5 വാണിംഗ് അല്ലെങ്കിൽ വിന്നിങ്, അതുപോലെ 6 ഡിസ്ട്രക്ഷൻസ്. ഇതിലൂടെയാണ് ഈ വേൾഡ് മുന്നോട്ട് പോകുന്നതാണ് അദ്ദേഹം പറയുന്നത്. നാരായണ ഗുരു സ്റ്റേറ്റ്സ് ദാറ്റ് പേഴ്സൺ അരുൾ ഓർ വിൽ ലീഡ് ടു വെർച്വസ് ലൈഫ്. നമുക്ക് അരുൾ വരുമ്പോൾ അല്ലെങ്കിൽ ലവ് വരുമ്പോഴാണ് നമുക്ക് വെർച്വസ് ലൈഫ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. നമ്മളെ സർവൈവ് ചെയ്യുന്നത്, അതായത് ആഫ്റ്റർ ഡെത്ത് കഴിഞ്ഞിട്ട് പോലും നമ്മളെ സർവൈവ് ചെയ്യുന്നത് ഈ അരുളുണ്ടാണ്. സോ അരുളും അനുകമ്പ എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളെയും അപ്ഹോൾഡ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. നാരായണ ഗുരു കൃഷ്ണനെ കുറിച്ച് പറയുന്നു, ശങ്കറിനെ കുറിച്ച് പറയുന്നു, അവരുടെ കമന്ററീസ് അദ്ദേഹം പ്രീച്ച് ചെയ്യുന്നു. ജീസസ് ക്രൈസ്റ്റിന്റെ, മുഹമ്മദ് നബിയുടെ കമ്പാഷൻസിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നു. അതുപോലെ തമിഴ് കവികളായ നാൽവാർ വിവാഹത്തിൽപ്പെട്ട കവികളെ കുറിച്ച് പറയുന്നു. എല്ലാം ഈ അരുൾ അല്ലെങ്കിൽ അനുകമ്പയുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ചില ഉദ്ധരണികളാണ്. എക്സ്പെർട്സ് ഫ്രം അനുകമ്പ ദശകം. അനുകമ്പ ദശകത്തിൽ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. എന്താണത്? അനുകമ്പ. ഈ വർക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരുദാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യന് അതെന്ത് ചെയ്യുന്നത്, ഡെഡിക്കേറ്റ് ചെയ്ത വർക്കാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട 3 പദ്യങ്ങളാണ്, 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, സച്ച് കമ്പാഷൻ ദാറ്റ് ഈവൻ ടു ആൻ എൻഡ്. അതായത് ഈ കമ്പാഷൻ നമ്മൾ ഉറുമ്പിനോട് പോലും നമ്മൾ കാണിക്കണം. വി വുഡ് ബ്രോക്ക് ബിഹാഫ് നോട്ട് അ ലീസ്റ്റ് ഹാം കൺഫർട്ട് ടു മീ. അതായത് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്ത്, ഒരു കാരണവശാലും അതിന് പോലും എന്ത് ചെയ്ത് ക്രൂരത പ്രവർത്തിക്കരുത്. ഓൺ മേഴ്സി മേക്കർ ആയിരിക്കണം നമ്മൾ. ഓൾദോ നമ്മളെ ചിന്തകളിലും നമ്മൾ മേഴ്സി മേക്കർ ആയിരിക്കണം. ഫ്രം ദ സാക്രഡ് പ്രസൻസ് നമുക്കുണ്ടായിരിക്കണം. നമ്മൾ നെവർ ടു ഗോ ആസ്ട്രേ. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തെറ്റിപ്പോകാതെ, കമ്പാഷൻ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ജീവിക്കാൻ പാടില്ല. രണ്ടാമത്തെ, ഗ്രേസ് ഡസ് നോട്ട് ബ്രിങ് അബൌട്ട് ട്രൂ ബ്ലെഡ്നെസ് ഇൻ ലൈഫ്. അതായത് ഒരു കാരണവശാലും ഹാർട്ട് എംറ്റി ആണെങ്കിൽ, ലവ് ഇല്ലെങ്കിൽ നമുക്ക് ഡിസാസ്റ്റേഴ്സ് വരും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരത്തില്ല. എവറി കൈൻഡ് ഓഫ് ഡാർക്ക്നെസ്, എല്ലാ തരത്തിലുള്ള ഡാർക്ക്നെസ്സിനെയും സ്നേഹം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. മിസറീസ് ആണ് എല്ലാ റൂട്ട് കോസും. എവരി ഈവിളിൻ്റെയും റൂട്ട് കോസ് മിസറീസ് ആണ്. നമ്മൾ ആ റൂട്ട് കോസിനെ നമ്മുടെ ലൈഫിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം. മൂന്നാമത്തേത്, ഗ്രേസ്, ലവ്, കമ്പാഷൻ. ഓൾ ദീസ് ആർ ഹാവ് എ റിയാലിറ്റി അലോൺ. അതായത് എല്ലാം ഈ 3 ഗ്രേസ്, ലവ്, കമ്പാഷൻ, ഇത് 3 നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക. ഹൂ റിയലി ലീവ്സ്, അങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. ഡു റിപ്പീറ്റ് ഹിസ് 9 സിലബിൾ ചാം. നമ്മൾ ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ അനുകമ്പ, കമ്പാഷൻ നമ്മൾ ഡിസ്മിസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ അനുകമ്പ, കമ്പാഷൻ അല്ലെങ്കിൽ അനുകമ്പ ദശകത്തിനകത്തുള്ള ആ അനുകമ്പയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇതിവിടെ പറഞ്ഞു, അതായത് അദ്ദേഹത്തിൻ്റെ ശ്ലോകത്തിനകത്ത് എന്താ, കമ്പാഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ ഗ്രേസ് ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ കരുണ അല്ലെങ്കിൽ ബുദ്ധൻ്റെ 8 ഫോൾഡ് പാത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുവാണ്. നമ്മളത് അടുത്ത ഇതിനകത്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.